നമ്മൾ ചൊല്ലുന്ന ഖുർആനിലെ ഒരു ജസ്റ്റ് പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ബാക്കിൽ ആരുണ്ടാവും? ഷാഫി മദ്ഹബുകാരും ഉണ്ടാവും, മാലിക് മദ്ഹബുകാരും. അവർക്ക് ഒരു ജസ്റ്റ് ഖുനൂത്തിന് സമയം വെയിറ്റ് ചെയ്യാറാണ് കാത്തുക്കും. കാരണം ഇത് ബിദ്അത്താണ് അവർ വിശ്വസിക്കുന്നില്ല. ഇതാണ് വസ്തുത. ഇത് പരസ്പരം മാനിക്കുന്നു. നേരെ മറിച്ച് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ തന്നെ കുനൂത്ത് ഒഴിവാക്കി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോ? ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ ഇവരതവരുടെ കുനൂത്ത് ബിദ്അത്താണ് പറഞ്ഞത്. അത് അപകടകരമായ വാദം. കുനൂത്ത് ബിദ്അത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ച കുനൂത്ത് ബിദ്അത്താണോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ച കുനൂത്ത് ബിദ്അത്താണോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അംഗീകരിച്ച കുനൂത്ത് ബിദ്അത്താണോ? ഇബ്നു അബ്ബാസ് തങ്ങൾ അംഗീകരിച്ച കുനൂത്ത് ബിദ്അത്താണോ? അനസ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ച കുനൂത്ത് ബിദ്അത്താണോ? ബിദ്അത്തെ അനാദർ ചെയ്തവർക്ക് നരകത്തിക്ക, ഈ സ്വഹാബികളെ നരകത്തിക്കാണോ? എന്താ അബദ്ധമാണ് ഈ പറഞ്ഞത്? എത്രമാത്രം ഗൗരവകരമായ ആരോപണമാണ് ഇത്. ബിദ്അത്ത് അനാചാരത്തിന് ഗൗരവകരമായ ആരോപണ. സുന്നത്തുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ചില മസലകൾ അഭിപ്രായ വ്യത്യാസം അതാ മദ്ഹബിൽ വ്യത്യസ്ത അഭിപ്രായം വന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഗൗരവം നോക്കണം. ഹുസൈൻ മടവൂരിലെ പാർട്ടിന്ന് പുറത്താക്കാനുള്ള കാരണം, ഒരു മട ഗ്രൂപ്പ് ഉണ്ടാകാൻ കാരണം, ആ കുറ്റാരോപണം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഹുസൈൻ മടവൂർ കോഴിക്കോട്ട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് സുബഹിന്റെ മുമ്പ് യാത്ര തുടങ്ങി. അലീക്കാട് സുന്നിപ്പള്ളിന്റെ അവിടെ എത്തിയപ്പോ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അത് സുന്നിപ്പള്ളി അദ്ദേഹം സുബഹിസ്കരിക്ക് ആ പള്ളിക്കാരി. പള്ളിക്കാരപ്പോ ഇമാം ഖുനൂത്ത് ഓതി. ഇമാം ഖുനൂത്ത് ഓതി മൂപ്പരുടെ ആമീന്ന് പറഞ്ഞു, എന്താ കുഴപ്പം, നല്ലൊരു പ്രാർത്ഥനയുണ്ട്. മൂപ്പർക്ക് ചാർജ് ഷീറ്റ് ഒന്ന് പുറത്താക്കാനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നതാണ്. ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. അത്രമാത്രം പാർട്ടിന്ന് ഒഴിവാക്കേണ്ട ഗുരുതരമായ തെറ്റ് അനാചാരമായിട്ട് ഖുനൂത്തിനെ ചിത്രീകരിച്ച ഒരു സംഭവം ഇസ്ലാമിക ലോകത്തില്ല. ഇസ്ലാമിക ലോകത്ത് മദ്ഹബിൽ രണ്ട് മദ്ഹബിൽ സുന്നത്താണ്, രണ്ട് മദ്ഹബിൽ സുന്നത്തില്ല. ഇത്ര മാത്രം. ഷാഫി മദ്ഹബിൽ സുന്നത്താണ്. അതിന്റെ തെളിവ് കിതാബിലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, മാസാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തു ഫി സുബ്ഹി ഹത്താ ഫാറഖ ദുനിയ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആകുന്നത് വരെ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതിക്കൊണ്ടേയിരുന്നു. ഇതിന് പോലിപരമായ വേറെയും തെളിവുകളുണ്ട്. അതിന്റെ വസ്തുത അത് ബിദ്അത്താണെന്ന് പറഞ്ഞ ഈ വാദഗതി അത്യന്തം അപകടകരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംശയം സുഹൃത്തുക്കൾ പറഞ്ഞോളൂ. മറ്റൊരു സംശയം ചോദിച്ചത്, നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്ന ബിദ്അത്തല്ലേ? സഹോദരനായ അതും ബിദ്അത്തല്ലാണ്. അതൊക്കെ ഇവരിപ്പോ തുടങ്ങിയ വാദഗതികളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ മാലിക് ദീനാറാണ് ഈ നാട്ടിൽ ദീൻ കൊണ്ടത്. മാലിക് ദീനാറും അനുചരന്മാരും നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥന പഠിപ്പിച്ചില്ലെങ്കിൽ എങ്ങനെ ഇവിടെ പുതിയത് ഇടക്കാരെ തുടങ്ങിയത്? ഒന്നായിട്ട് തുടങ്ങല. ഹിന്ദു നാട്ടിലുണ്ട് കൂട്ടപ്രാർത്ഥന, എറണാകുളത്തുണ്ട് കൂട്ടപ്രാർത്ഥന, തൃശ്ശൂരുണ്ട് കൂട്ടപ്രാർത്ഥന, കോഴിക്കോടുണ്ട് കൂട്ടപ്രാർത്ഥന, മലപ്പുറത്തുണ്ട് കൂട്ടപ്രാർത്ഥന, കാസർഗോഡുണ്ട് പ്രാർത്ഥന, തിരുവനന്തപുരത്തുണ്ട് കൂട്ടപ്രാർത്ഥന, ആലപ്പുഴയിലുണ്ട് കൂട്ടപ്രാർത്ഥന, കൊല്ലത്തുണ്ട് കൂട്ടപ്രാർത്ഥന, അബുദാബിയിൽ അവിടെയുണ്ട് കൂട്ടപ്രാർത്ഥന. ലോകത്ത് മൊത്തം എല്ലാ സ്ഥലങ്ങളും ഒറ്റയടിക്കനെ കൂട്ടപ്രാർത്ഥന വന്നത്. കാരണം നിസ്കാരശേഷം പ്രാർത്ഥിക്കണം എന്ന കാര്യം ഉറപ്പ്. മുജാഹിദ് പറഞ്ഞു എഴുന്നേറ്റ് പോയാൽ പോരാ. നിസ്കാരശേഷം അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ അൻതസ്സലാം കുറെ ദിക്റുണ്ട്. ആ ദിക്റിന് സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 33 വട്ടം, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ദിക്ർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം. അതൊക്കെ സുന്നികളെ പള്ളി ചൊല്ലും. അത് ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരിങ്ങനെ ചൊല്ലും. ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം. എന്നിട്ട് പ്രാർത്ഥന ഒറ്റക്കാണോ കൂട്ടായിട്ടാണോ വേണ്ടത്? രണ്ടും നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒറ്റക്കും ചെയ്യാം, കൂട്ടമായിട്ടും ചെയ്യാൻ, രണ്ടും സുന്നത്താണ്. നമ്മൾ ഒരുപാട് പ്രദേശങ്ങൾ ഒറ്റക്കാ ചെയ്യുന്നത്. ലോകത്ത് പല സ്ഥലങ്ങളിലും നമ്മൾ ഒരുപാട് സ്ഥലം കൂട്ടമായിട്ടാണ് ചെയ്യുന്നത്. ലോകത്ത് പലയിടങ്ങളിലും ഒറ്റക്കും ചെയ്യുന്ന സ്ഥലത്ത് കൂട്ടമായി ചെയ്യും. രണ്ടും ചെയ്യാം, രണ്ടും ബിദ്അത്ത്, രണ്ടും സുന്നത്ത് തങ്ങൾ വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയുടെ തൊട്ട് സ്വഹീഹായ സനദോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. എന്താ ഹദീസ്? ഫലമ്മാ സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുബ്ഹി നിസ്കാരം നിർവഹിച്ചു. എന്നിട്ട് ഫഅഖ്ബല ഖൗം, ആളുകളേക്ക് തിരിഞ്ഞിരുന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ, അല്ലാഹുവേ ഞങ്ങളുടെ മദീനയിൽ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമേ. വബാരിക് ലനാ ഫീ മുദ്ദിനാ, ഞങ്ങളുടെ അളവ് പാത്രത്തിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. വബാരിക് ലനാ ഫീ സാഇനാ, ഞങ്ങളുടെ ഭക്ഷ്യവസ്തുക്കൾ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ. ഇങ്ങനെ കൂട്ടപ്രാർത്ഥന നടത്തി സ്വഹീഹായ ഹദീസ്. അത് സുന്നത്ത് റസൂലുള്ളാഹിന്റെ പതിവാണ്. വേറെ ഹദീസിൽ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള തങ്ങൾ കൂട്ടപ്രാർത്ഥന സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് വന്നു. എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ വീട്ടിലില്ല ഞാനല്ലാതെ ഉമ്മി, എന്റെ ഉമ്മയുമല്ലാതെ ഉമ്മി ഹറാം, എന്റെ ഉമ്മു ഹറാം എന്ന് പറഞ്ഞ ഹാലത്ത്, എന്റെ മാതൃ സഹോദരി എല്ലാ വീട്ടിൽ വേറെ ഞങ്ങൾ മൂന്നാൾ തങ്ങൾ വീട്ടിൽ വന്നു. ആ വീട്ടിൽ സുന്നസ്കരിച്ച സ്ഥലം ബറക്കത്തിന് വേണ്ടി സുന്നസ്കരിച്ച് കാണിച്ചു കൊടുക്കാനാണ്. നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലത്തിൽ പുണ്യമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പോകുമ്പോ പിന്നെ വരി നിസ്കരിക്കാറുണ്ട്. അങ്ങനെ നബി തങ്ങൾ നിസ്കരിച്ചു ഇമാമായിട്ട്.
ഞങ്ങൾ മൗനമായിട്ട് നിസ്കരിച്ചു. എന്നിട്ട് ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാ നന്മകൾക്കും വേണ്ടി നബി തങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തി. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ആ ഫർദിന് ശേഷം തങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, സുന്നത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിൽ യാതൊരു വിലക്കുമില്ല. അനാചാരമാണെന്ന് പറയുന്ന ആളുകൾ ആ തെളിവ് ഉദ്ധരിക്കേണ്ടത്, ഒരു തെളിവ് ഉദ്ധരിക്കാൻ സാധിക്കില്ല. അതൊക്കെ പുതുപുത്തൻ വാദങ്ങൾ മാത്രം നിലനിൽക്കൂല. ഇത് എത്ര കാലം ഈ വാദത്തെ നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ചിതറിപ്പോകും. അതിലൊന്നും വഞ്ചിതരാകണ്ട. അടുത്തൊരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതും മരിച്ചതും ഒരു ദിവസം, പക്ഷെ അന്ന് നമ്മൾ സന്തോഷിക്കുന്നു, എന്തുകൊണ്ട് ദുഃഖിക്കുന്നില്ല? ഇതൊക്കെ ഇവർ പ്രചരിപ്പിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, ഒരു സംശയമല്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, അതൊരു സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12, വഫാത്തായതും റബീഉൽ അവ്വൽ 12. അപ്പൊ അന്ന് ശരിക്കും ദുഃഖിക്കാൻ, സന്തോഷിക്കാൻ എന്ത് വകുപ്പാണ്? മരിച്ചത് അവസാനമല്ലേ? യഥാർത്ഥത്തിൽ വിശുദ്ധ ഇസ്ലാമിന് എല്ലാവർക്കും നിയമത്തെ നിങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു. ഒരു മുസ്ലിം മരിച്ചാൽ എത്ര ദിവസം ദുഃഖിക്കണം, ഒരു മുസ്ലിം ജനിച്ചാൽ എത്ര സന്തോഷിക്കാം, എല്ലാത്തിനും അതിർത്തി, നിയമവും പരിധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല, ലോകത്ത് ആര് മരിച്ചാലും മരിച്ചാൽ ചെയ്യേണ്ട ആചാരങ്ങളും ദുഃഖങ്ങൾക്കും അള്ളാഹും ദീൻ അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം മരിച്ചാൽ എത്ര ദിവസം ദുഃഖിക്കാം? സലാസത്ത് അയ്യാം, 3 ദിവസം ദുഃഖിക്കാം. 3 ദിവസത്തിനധികം ദുഃഖമില്ല. ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, ശരി. ഏറ്റവും ബന്ധപ്പെട്ടവരാണ് സ്വന്തം ഉമ്മയാണ്, സ്വന്തം ഉപ്പയാണ്. പക്ഷെ 3 ദിവസത്തിനകം ദുഃഖിച്ചുകൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല. പുറത്തു പോകണം, കാര്യങ്ങൾ ഏർപ്പെടണം. ഭർത്താവ് മരിച്ച ഭാര്യക്കൊഴികെ 40 അശ്വരുവാശ്ര. ഭർത്താവാണ് മരിച്ചെങ്കിൽ ഭാര്യ 4 മാസവും 10 ദിവസവും ദുഃഖം ആചരിച്ച് വീട്ടിലിരിക്കണം. ഖലാസ്, കഴിഞ്ഞു. അതിനപ്പുറം ദുഃഖാകരണം ഇസ്ലാമിലില്ല. മരിച്ചതിന്റെ പേര് ദുഃഖിക്കുകയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് നമ്മുടെ അഭിവന്ദനായ സമസ്ത പണ്ഡിതന്മാർ വരെ ലോകത്ത് ഒരുപാട് മഹാന്മാർ കഴിഞ്ഞുകൂടെ അവരൊക്കെ മരിച്ച ദിവസം ദുഃഖിക്കാൻ, എന്നും ദുഃഖിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ ദുഃഖിക്കാൻ അള്ളാഹുവിന്റെ ദുഃഖത്തിന് അതിർത്തി വെച്ചിട്ടുണ്ട്. സന്തോഷം നബിയെ നിങ്ങൾ പറയുക, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ്. ആ കാരുണ്യമാവുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ സന്തോഷിക്കട്ടെ. അതിർത്തില്ലാതെ സന്തോഷവും തങ്ങളെ കിട്ടിയ ആ സംഭവമാണ്. നമ്മൾ ശേഖരിക്കുന്ന സകലമായ വസ്തുക്കളേക്കുള്ള പുണ്യമുള്ള കാര്യം നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത്. ആ നബിതങ്ങൾ നന്മ എടുത്തു പറയാനുള്ളത്. ഞാൻ ഒറ്റ ഹദീസ് പറഞ്ഞുതരാം. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി വര്യൻ പറയാണ്, നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ ഒരു ഹൽക്ക, ഒരു സദസ്സിലേക്ക് നബി തങ്ങൾ ഒരിക്കൽ കടന്നു വന്നു. എല്ലാവരും ശാന്തമായി, വലിയൊരു സദസ്സാണ്. തങ്ങൾ ചോദിച്ചു, മാ അജ്ലസക്കും, എന്റെ സ്വഹാബത്തെ എന്തിനാണ് നിങ്ങളിവിടെ ഇരിക്കുന്നു ചോദിച്ചു. പറയുന്നത് സ്വഹാബത്തിലുള്ള സത്യം നല്ലവരല്ലേ. നഹ്മദുല്ലാഹ അലാ മാ ഹദാനാ ലിദീനിഹി, അള്ളാഹുവിന്റെ ഹബീബെ സത്യം പറയാനോ ഞങ്ങളുടെ ഇരിക്കുന്നത്, അള്ളാഹു അവന്റെ ദീനിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നല്ലോ. അള്ളാഹ് അതിന്റെ പേര് സ്തുതിച്ചുകൊണ്ടിരിക്കുക. എത്രേ ആള് കാഫറ, ഞങ്ങൾക്ക് ദീനിലേക്ക് വെളിച്ചം കാണിച്ച അൽഹംദുലില്ലാ. മറ്റൊരു കാര്യം, മല്ലല്ലാഹു ബിക അലൈന, അള്ളാഹു നിങ്ങൾ ഞങ്ങൾക്ക് തന്നില്ലേ, അതിനുള്ള നല്ലെടുത്ത് പറയാൻ എന്തോ ഒരു സന്തോഷം നിങ്ങളെ തന്നല്ല, ആ സന്തോഷം രേഖപ്പെടുത്തിയിരിക്കുക. തങ്ങൾ ചോദിച്ചു, ആ അല്ലാഹി മാ ദിവസമില്ലാതായിരിക്കുക, അള്ളാഹ് സത്യത്തിന് മാത്രമാണ് നിങ്ങൾ ഇരിക്കുന്നത്? അതുകൊണ്ട് അള്ളാഹ് സത്യത്തിന് മാത്രം വേറെ 2 പരിപാടികളും അള്ളാഹെ സ്തുതിക്കാൻ നിങ്ങളെ പ്രകീർത്തിക്കാൻ വേറെ പരിപാടി വിടല്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമായിനീലം അസ്തഹരിഫുക്കും തുഹമത്തല്ലക്കും, അറിയണേ നിങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിപ്പിച്ചത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടല്ല. നിങ്ങളൊക്കെ സത്യസന്ധരാണെന്ന് എനിക്കറിയാം, നിങ്ങളൊക്കെ നീതിമാന്മാരാണെന്നറിയാം, നിങ്ങൾ കള്ളം പറയില്ലെന്നറിയാം. എന്നാലും സത്യം ചെയ്യിപ്പിന് തന്നെയാണോ ഇരുന്നതെന്ന് ചോദിച്ച് സത്യം ചെയ്യിപ്പിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പൊ എന്റെ അടുത്ത് വന്നു, വഹയുമായിട്ട് വന്നു. എന്താ വഹയിന്റെ ഉള്ളടക്കം? ഇന്നല്ലാഹ യുബാഹി ബികുൽ മലായികത, അല്ലാഹു ആകാശലോകത്ത് കോടാനുകോടി മലക്കളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഇതാ മദീനയിൽ ഒരു സംഘം സ്വഹാബത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു അമലാണ്. ആ അമലിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് അഭിമാനം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത്രമാത്രം വലിയ അമൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് തിരിച്ചറിയാൻ വേണ്ടിയാണ് സത്യം ചെയ്ത് ചോദിപ്പിച്ചതെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ
തങ്ങളെ പ്രകൃതിയിൽ സന്തോഷിച്ചിരിക്കുക. ആ സന്തോഷത്തിന് അതിർത്തില്ല, ദുഃഖത്തിന് അതിർത്തിണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദുഃഖിക്കാത്തത്. അല്ല ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് നബി തങ്ങൾ വഫാത്താൽ എന്നും ദുഃഖിക്കണം എന്നാ പഠിപ്പിച്ചാൽ ഞങ്ങൾ ദുഃഖിക്കും. ഇസ്ലാം പറഞ്ഞോട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എന്നും സന്തോഷിക്കാൻ വന്നു മരി ഖിയാമത്ത് നാൾ വരെ സന്തോഷിക്കണം. ദുഃഖത്തിന് അതിർത്തി വെച്ചു. അതുകൊണ്ട് ദുഃഖം ഹലാസ്, സന്തോഷം കൂട്ടണം. തവസ്സുലും ഇസ്തിഗ്ഹാസയും ഖുർആൻ കൊണ്ട് വിശദീകരിക്കാമോ? ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ എന്തായാലും ഇപ്പൊ എന്താ കുഴപ്പം? നമുക്ക് ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള നോക്കട്ടെ. മുജാഹിദ് പ്രവർത്തിക്കുന്നവർ ത്വരീഖത്തെ അംഗീകരിക്കുമോ? മുജാഹിദ് എല്ലാ ത്വരീഖത്തിനും എതിരാണ്. മുജാഹിദ് ത്വരീഖത്തൊക്കെ വിദ്യാർത്ഥിയിൽ കുറെ പരിപാടി, വിദ്യാർത്ഥി ശിർക്ക്, ഈ രണ്ടിൽ കുറെ പരിപാടി അവർക്കില്ല. ത്വരീഖത്തൊക്കെ അവർക്ക് വിദ്യാർത്ഥി, അവർ മുജാഹിദുകാർ ഒരിക്കലും ജീവിതത്തിൽ ത്വരീഖത്തുകാരനാവില്ല. പിന്നെ തവസ്സുൽ ഇസ്തിഗ്ഹാസ എന്ന രണ്ടും ദീനിൽ സ്ഥിരപ്പെട്ടതാണ്. തവസ്സുൽ എന്ന് പറഞ്ഞാല് മഹാത്മാക്കളെ മുൻനിർത്തി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന രീതി. മഹാത്മാക്കളെ മുൻനിർത്തി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന രീതി. നമ്മൾ ബദർ മൗലിദൊക്കെ ചൊല്ലുമ്പോൾ ആ രീതിയാണ് തവസ്സുൽ എന്നുള്ളത്. ആക്ക് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യം, ഖുർആനിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന, ഹദീസിലും സ്ഥിരപ്പെട്ടിരിക്കുന്നത്. എന്താ? തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഖിലിൽ ബദരി യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമങ്ങൾ മുൻനിർത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തവസ്സുൽ ചെയ്യുന്നു. നിന്റെ സന്മാർഗനായകനായ റസൂലുള്ളാഹിനെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സകല യോദ്ധാക്കളെയും മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. വഅഖിലിൽ ബദരി യാ അല്ലാഹ്, വിശേഷിച്ച് ബദരീങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ മഹാന്മാരെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്ന രീതിയാണ് തവസ്സുൽ. ഈ തവസ്സുൽ സ്വഹീഹായ നിരവധി ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ വബതഉ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വസീല, ഒരു മാധ്യമം തേടണം. അത് ചിലപ്പോൾ നല്ല അമൽ മുന്നിൽ വെച്ചാകാം, അല്ലെങ്കിൽ നല്ല മഹാന്മാരെ മുന്നിൽ വെച്ചാകാം. തവസ്സുലിന്റെ പ്രാർത്ഥന നടത്തണം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വചനങ്ങളും കാണാം. നമ്മൾ സമയം വൈകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹദീസൊക്കെ ഓതി കേൾപ്പിക്കാമായിരുന്നു. പക്ഷേ സമയം ഇപ്പൊ തന്നെ 10:40 ആയിട്ടുണ്ട്. തർക്കമില്ലാത്ത വിഷയമാണ്. ആദരവായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു ഹനീഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, ഫഅതാ ഇലൈഹി റജുലുൻ ദരീം, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു സ്വഹാബിയോടെ വന്നു. അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, തങ്ങൾക്ക് സലാം തന്നെ. തങ്ങൾ സലാം അടക്കിന്റെ വിശേഷിച്ചു ചോദിച്ചു. അയാൾ വളരെ സങ്കടത്തോടുകൂടി കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നം പറഞ്ഞു. ഒരു മനുഷ്യന് കണ്ണിന്റെ കാഴ്ച പോയതിന്റെ അവസ്ഥകൾ ഓർത്തു നോക്കി. 10 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കണ്ണ് ചെന്നിങ്ങനെ നടന്നു നോക്കി അറിയാൻ ബുദ്ധിമുട്ടെന്ന് അറിയണമെങ്കിൽ അള്ളാഹു നമ്മൾ അഹ്ലികാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞോളെ, ഈ കണ്ണിന്റെ കാഴ്ചയില്ലാത്തതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഈ സ്വഹാബി തങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞു, തങ്ങളെ അതുകൊണ്ട് ഇരിക്കുന്ന കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണമെന്ന് ദ്വാരക്കണം. നബി തങ്ങൾ പറഞ്ഞില്ല, ആ തസ്ബിറ ഹൈറിലൊക്കെ സുഹൃത്തെ ക്ഷമിച്ചോ, നിനക്കഥ ഉത്തമമാണ്. കാരണം ദുനിയാവ് കുറച്ചാലുള്ളൂ, എത്ര ജീവിക്കാൻ അതിർത്തിയിൽ അതുവരെ ക്ഷമിച്ചാൽ അതാ നല്ലത്. കാരണം ഉണ്ട്, വേറെ ഹദീസിൽ ഒരു മുഅ്മിന്റെ 2 കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടാൽ അതിന്റെ പേരിൽ അവസാനം വരെ ക്ഷമിച്ചാൽ ലൈസ ലഹു ജസാഉൻ ഇൻദൽ ജന്ന, അയാൾക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ ഉറപ്പ് സ്വർഗം കിട്ടൂല, ക്ഷമിച്ചോ. ആള് പറഞ്ഞെങ്കിൽ ആ സ്വർഗം കിട്ടൂല, കണ്ണിന്റെ കാഴ്ച കിട്ടുന്ന ദ്വാരക്ക് നബിയോ. അപ്പൊ നബി ആ താല്പര്യം വല്ലാ പ്രസിദ്ധ പറയുമ്പോൾ നബിക്ക് അങ്ങനെ ഒരു വിനയാന്യതരാത്തങ്ങൾ. എന്നൊക്കെ അള്ളാഹോട് പ്രാർത്ഥിച്ചോ, ഞാൻ അള്ളാഹോട് പ്രാർത്ഥിക്കാറുണ്ട് വീഡിയോ അല്ലെ മുജാഹിദാണ് എങ്ങനെ ചെയ്യാ. നബി തങ്ങൾ എന്താ ചെയ്തെന്നോ, എന്നാ ഒരു കാലം ജീവിതബില പൈത്തിക്ക് അതൊരു വലിയ കേസാ. വീട്ടിൽ പോയിക്കോ, വീട്ടിൽ ചെന്ന് വല്ല ഉദുവക്കൽ ഇസ്വലാണ്, നിസ്കാരത്തിന് ഒതു ചെയ്യും പോലെ ഒതു ചെയ്യണം. ഫാസ്റ്റിൻ ഉദുവാക്കാൻ നന്നായിട്ട് ഒതു ചെയ്യണം. സുന്നത്തൊക്കെ എടുത്തിട്ട് ശരിയായ ഒതു ചെയ്ത് കഴിഞ്ഞ വസല്യ റക്അത്തൈൻ, 2 റക്അത്ത് സുന്നത്ത് സ്കരിച്ചു. 2 റക്അത്ത് സുന്നത്ത് സ്കരിച്ച് ഇങ്ങനെ ദുആ ചെയ്തോ. തങ്ങൾ പറഞ്ഞെടുത്ത് ദുആ നോയിക്കോ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഖ്ലി ഹാജതി അല്ലാഹുമ്മ ശഫ്ഇ ഫിയ വശഫ്ഇനി ഫി നഫ്സി. അല്ലാഹുവേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വിനയാന്വിതരായി നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വഅതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്നു. ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ കേദാരമായ മുത്ത് നബിയെ മുഹമ്മദ് നബിയെ മുൻനിർത്തിക്കൊണ്ട് തവസ്സുൽ. പോരാ, നബിനെ വിളിക്കണം, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി, നിങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് എന്റെ റബ്ബിനോട് ഞാൻ തേടുന്നത്. ലിയഖ്ലി ഹാജതി, കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി. ഇങ്ങനെ തങ്ങൾ തവസ്സുലിന്റെ ദുആ പഠിപ്പിച്ചു കൊടുത്തു. കുടുങ്ങുന്ന സമയത്തുള്ള ഘട്ടങ്ങൾ, രീതികൾ അതൊക്കെ. ഈ ഹദീസ് റിപ്പോർട്ടിൽ ഉസ്മാൻ ഇബ്നു ഹനീഫ വല്ലാഹി ലം യഖുൽ ബിൽ കലാം, അല്ലാഹു സത്യം,
ഞാൻ നബി സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്, നീണ്ടിട്ടില്ല. വലം ഞങ്ങൾ പിരിഞ്ഞു പോയിട്ടില്ല. വമ കഫറത്തിന അവിടെ തന്നെ ഉണ്ട്. അപ്പോഴേക്കും നേരത്തെ 2 കണ്ണുകൾക്ക് കാഴ്ചയില്ലെന്ന പരാതിയുമായി കടന്നു വന്ന സ്വഹാബിവരൻ 2 കണ്ണുകൾക്കും തിളക്കമാർന്ന കാഴ്ചയോടുകൂടി ഇലാ ഹദറത്തി റസൂലില്ലാഹി കാഴ്ച കിട്ടി. സ്വഹീഹായ ഹദീസാണ്, ഒരു ദൗർബല്യം പറയാൻ പറ്റില്ല, ആധികാരികമായി സ്ഥിരീകരിക്കപ്പെട്ട ഹദീസാണ്. അത് തവസ്സുൽ ദുആ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതുപോലെ മഹാത്മാക്കളോട് നേരിട്ട് സഹായം ചോദിക്കുന്ന രീതിയാണ് ഇസ്തിഗാസ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് വർദ്ധിപ്പിച്ച തങ്ങൾ സഹായം കിട്ടും. ഈ സഹായ പ്രതീക്ഷ അത് ചോദിച്ചും കിട്ടും, ചോദിക്കാതെയും കിട്ടും. നമ്മുടെ മശായിഖുമാർക്ക് ഇവിടെ ത്വരീഖത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ശരിയായ ത്വരീഖത്താണെങ്കിൽ ഖാദിരിയ ത്വരീഖത്ത്, റിഫായിയ ത്വരീഖത്ത്, നക്ഷബന്ദിയ ത്വരീഖത്ത്, സുഹർവർദിയ ത്വരീഖത്ത്, ഷാദിലിയ, ഒരുപാട് ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്തിനൊക്കെ മശായിഖുമാരോട് നല്ല കണക്ഷനുള്ള മുരീദമാണെങ്കിൽ അവർക്ക് അവർക്ക് സഹായം ചോദിക്കാതെ തന്നെ കിട്ടും. മഹാത്മാക്കളോട് സഹായം ചോദിച്ചാലും കിട്ടും. ഇതാണ് ഇസ്തിഗാസ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം തന്റെ സ്വഹാബത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ ചെന്ന് തന്നെ നേരിട്ട് ചോദിച്ച സംഭവം ഇബ്നു അബീ ശൈബ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ച ഹദീസ് ഉൾപ്പെടെയുള്ള ഹദീസുകളുണ്ട്. ഇങ്ങനെ വിശദമായി സംഭവമൊക്കെ ഉള്ളതാണ്. ഈ 14 നൂറ്റാണ്ട് കാലം ലോകവ്യാപകമായി നടന്നു വരുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഈ 2 ആളോ 4 ആളോ ഒന്നൊരു ആശയക്കുഴപ്പം ഇടയ്ക്കുണ്ടായി അവരെല്ലാം തമ്മിൽ മുഷ്ടിക്കാക്കി പോകുന്ന ആളുകളുടെ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ വഞ്ചിതരാകേണ്ട ആൾ ശ്രദ്ധയിൽപ്പെടുത്തുക. എഴുത്താനുള്ള എഴുതുന്ന പണിയില്ലല്ലോ. അത് ഞാൻ പറയാം, എഴുതിത്തരാൻ ഒരു പണിയില്ലല്ലോ. ആൾക്കാർക്ക് വെറുതെ ഇങ്ങനെ കുറിച്ചിങ്ങനെ കൊടുത്താൽ നമുക്ക് സമയം നല്ലോണം ആകും. നമുക്കൊരു അതിർത്തി അത്യാവശ്യം ഈ ആൾക്കാർക്ക് കാണണമെന്നല്ലാണ്, ചോദിച്ചിട്ടാണെങ്കിൽ എഴുതിത്തരാൻ ആൾക്കാർ ഇങ്ങനെ വന്നാലേ നല്ലതാണ്. ഇല്ലല്ലോ, നോക്കാം നമുക്ക് കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഈ മുജാഹിദുമായിട്ട് ബന്ധപ്പെട്ട ആശയമുള്ള ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് കിട്ടിയത് എടുക്കും, ഇനിയും എടുക്കാം. പക്ഷെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ആൾക്കാർ വന്ന് ഇരുന്നാൽ നമുക്ക് ഒരു സൗകര്യമാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരെ കാണുമെങ്കിൽ ചെയ്താൽ ശരിക്കും പറയാൻ പറ്റും. വന്നോളികള് കുഴപ്പമില്ല. ഈ മുജാഹിദിനെ ചോദിക്കുന്ന നമ്മൾ ആൾക്കാർക്കൊക്കെ ചോദിക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷെ ഈ ആശയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കണം. ഞാൻ കുറച്ചു കാലമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും അതിനു മുമ്പ് മൗലയുടെ ദിക്റുകൾ സ്ഥിരമായി ചൊല്ലിയിരുന്ന വ്യക്തിയാണ്. 2 വ്യത്യസ്ത രൂപമല്ലേ, ഉറപ്പല്ലേ? മൗലന്റെ മുരീദായി തുടർന്ന ഒരാൾക്ക് മുജാഹിദാകാൻ കഴിയില്ല. ആളെ മൗല എന്നോ പുറത്താക്കിയിട്ടുണ്ടാവും. 2 കൂടെ ഒപ്പം ഉണ്ടാവില്ല. സ്ത്രീകൾ പള്ളിയിൽ കയറി നിസ്കരിക്കുന്നതിനെ കുറിച്ച്, സ്ത്രീകൾ പള്ളിയിൽ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ സുപ്രീം കോടതി കേസ് അടക്കുകയാണ് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം കൊടുക്കണം എന്നിട്ട് ശബരിമലയിൽ. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു തർക്ക വിഷയമല്ല. സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിച്ചാൽ മലിനമാകും, ശുദ്ധി അങ്ങനത്തെ പരിപാടിയില്ല. മറിച്ച് ഇസ്ലാമിൽ തർക്ക വിഷയത ജുമാക്കും 5 നേരത്തെ ജമാഅത്തിലും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണോ അതോ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതിയോ? അത് ആദരവായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനൊക്കെ പറഞ്ഞത് സ്ത്രീകൾക്ക് ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. പള്ളിയിൽ നിസ്കരിക്കാൻ സ്വഹീഹാകാതിരിക്കുന്നില്ല. എന്നാൽ പള്ളിയിൽ പോകാൻ പറ്റുമോ? നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബ് 4 മദ്ഹബിന്റെ കിതാബ് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോലെ കറാഹത്ത ചെയ്താൽ കുറ്റമൊന്നുമില്ല, ചെയ്യാതെ വീട്ടിൽ നിസ്കരിച്ചാൽ കൂലി കൂടുതൽ കിട്ടും. അത് അമ്മിൽ ഫിത്രത്തി, നല്ല നിർഭയത്തുള്ള കാലഘട്ടത്തിൽ ഒരു പെണ്ണിങ്ങനെ പള്ളിക്ക് പോയി വരികയാണെങ്കിൽ അന്യ ഒരാണ് ഒന്നങ്ങോട്ട് നോക്കുക പോലും ചെയ്യൂല. ഈ സ്ത്രീ അന്യപുരുഷനുമായി ഒന്ന് സംവദിക്കാൻ പോലും പോകുക, നല്ല സുരക്ഷിതത്തുള്ള കാലഘട്ടം. എന്നാൽ ഫിത്നയുള്ള കാലഘട്ടം എന്താ? ഹൗഫിൽ ഫിത്ന, ഫിത്നക്ക് സാധ്യതയുള്ള കാലഘട്ടം. ഫിത്ന എന്ന പെണ്ണെ തട്ടിക്കൊണ്ടവര് മാത്രമല്ല, ഒരു ആളൊരു പെണ്ണിനെ മനഃപൂർവ്വം നോക്കലെന്ന ഫിത്ന. ഞാൻ ചോദിക്കട്ടെ, 5 നേരം ഒരു പെണ്ണിന് കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് പോയി ഇങ്ങനെ വരികയാണെങ്കിൽ 2 ദിവസം 4 ദിവസമൊക്കെ ചെറുപ്പക്കാർ നോക്കിയില്ല, തമാശ പറഞ്ഞിലാക്കും. ഒരു 4 ദിവസം കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ചെക്കന്മാരുണ്ടാവും പെണ്ണിനോട് തമാശ. പെണ്ണ് 2 ദിവസം പ്രതികരിക്കൂല, പിന്നെ പെണ്ണ് ഇങ്ങോട്ടും പറയാൻ തുടങ്ങും. ഹറാം ഹറാം ഹറാമാണ്. ഒരു പെണ്ണും ഒരാളും അന്യ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ നേർക്കുന്നവരെ കാണൽ ഖുർആന്റെ നസ്സല്ലേ. സ്ത്രീകളെ മുഖം മറക്കൽ നിർബന്ധമുണ്ടോ ഇല്ലെന്ന് ഖിലാഫുണ്ട്. നിർബന്ധമില്ല എന്ന് പറയുന്ന അഭിപ്രായ പ്രകാരവും സ്ത്രീയുടെ മുഖത്തേക്ക് ഒരാണ് മനഃപൂർവ്വം നോക്കൽ ഹറാമാണ് സുഹൃത്തുക്കളെ. ആ ഹറാമിന് വഴി തുറന്നിട്ടുകൊണ്ട് അങ്ങനെ നോക്കുന്ന കഴുക കണ്ണുകളുമായി കാത്തിരിക്കുന്ന ഈ ചെറുപ്പക്കാരുടെ ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹൗഫുൽ ഫിത്ന പറയുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഹറാമാണ്. അതാ സ്ത്രീകൾ. അല്ല, സ്ത്രീ പള്ളി പ്രവേശിച്ച ആപത്തൊന്നും ഉണ്ടായിട്ടില്ല. അത് ഖുർആനും ഹദീസും വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കാൻ സമയക്കുറവുകൊണ്ട് വിശദീകരിക്കുന്നില്ല, അത് മാത്രം. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു അനുബന്ധം.
മരിച്ചതിന് ശേഷം വീടുകളിൽ ദിക്റുകളും ദ്വാകളും നടത്തുന്നതിനെ കുറിച്ച് ഒരു സംശയമല്ല. മരിച്ച ആളുകൾക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റും, പരമാവധി ചെയ്യേണ്ട സമയം മരിച്ചിട്ട്. ജീവിതകാലത്ത് ചെയ്താൽ എന്തായാലും കിട്ടും. മരണാനന്തരം നമുക്ക് ആളുടെ ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ പരമാവധി അത് ചെയ്തു കൊടുക്കണം. കാരണം ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ ഇജ്മാഅാണ് ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം മരിച്ച ആളുകളിലേക്ക് എത്തിച്ചേരുന്ന ഉറപ്പ് തർക്കമില്ലാത്ത മസല, ഒരു തർക്കമല്ല. എത്രത്തോളം സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെ ഒരുപാട് ഹദീസുകളുണ്ട്. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ബുഖാരിന്റെ ഹദീസ്, എന്റെ റസൂലേ, എന്റെ ഉമ്മ അത് പെട്ടെന്ന് മരിച്ചുപോയി. വാന ഗായിബ്, ഞാൻ നാട്ടില് വല്ലാത്തൊരു സങ്കടമായി. അപ്പൊ യൗഫളഹായും തസദ്ദഖ്തു, ഉമ്മാന്റെ പേരിൽ എന്തെങ്കിലും സദഖ ചെയ്താൽ പുണ്യം കിട്ടും ഉമ്മാക്ക്? നാം തസദ്ദഖ് കിട്ടും, സദഖ ചെയ്തോ. വാറളവിന്റെ ഉമ്മാന്റെ പേരിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഉപയോഗിച്ചു? ഒരു കിണർ കുഴിച്ചടാറുന്നു, ഉമ്മാക്കതിന്റെ പ്രതിഫലം കിട്ടട്ടെ. ഇങ്ങനെ ദിക്റോ ദുആ സ്വലാത്തോ ഖുർആനോ ഏതും കിട്ടും, യാതൊരു തർക്കമല്ല. സഹോദരന്മാരെ, സംശയമില്ലാത്ത വിഷയമാണ്. സർവ്വലോക വ്യാപകമായി നടത്തുമാരെ മുജാഹിദ് കുറച്ചു നേരം കിട്ടുമെന്ന് കുറച്ചു നേരം കിട്ടില്ല, പിന്നെ കുറച്ചു നേരം കിട്ടുമെന്ന് പിന്നെ കുറച്ചു കിട്ടുന്നത്. കാരണം അവരുടെ വാർഷിക വാരികൾ കൃത്യമായി വായിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. തിരിച്ചു മറിച്ചും കാണാം. ഒരാഴ്ച എങ്ങനെ അത് കിട്ടൂലെന്ന് എഴുതും, പിന്നെ അല്ലാത്ത സമയത്ത് ഹദീസ് കൊണ്ട് കിട്ടുമെന്നറിയും, പിന്നെ തിരിച്ചു മറി അങ്ങനെ പറയും. ഇതാണ് അതിന്റെ വസ്തുത. ഒരു തർക്കമല്ല. മരിച്ചവർക്ക് വേണ്ടി പരമാവധി ചെയ്തോ അവർക്ക് അതിന്റെ പ്രതിഫലം ഖബറിലേക്ക് എത്തിച്ചേരും. എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇനി നമുക്ക് എന്തെങ്കിലും വിട്ടുപോയത്? മഗ്‌രിബിന് ശേഷം കുട്ടികളെ പുറത്തു വിടരുത്, വാതിലടക്കണം എന്നൊക്കെ പറയാൻ എന്താ കാരണം? സ്വഹീഹായ ഹദീസാണ്. നമ്മൾ കുട്ടികളെ കുഫു സുബിയാനക്കും തടഞ്ഞു വെക്കണം മഗ്‌രിബിന്റെ സമയത്ത്. മഗ്‌രിബിന്റെ സമയത്ത് കുട്ടികളെ പുറത്തിറക്കരുത്. അപ്പൊ ശൈത്താൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേക ഘട്ടമാണ്. ശൈത്താന്റെ ആപത്ത് നമ്മൾ മക്കൾ പെടാതിരിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം. ആ മഗ്‌രിബ് ഇങ്ങനെ കഴിഞ്ഞ് കുറച്ച് ഇരുട്ടായ പിന്നെ പ്രശ്നമില്ല. തങ്ങളുടെ നിർദ്ദേശം അത് പിശാചുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെട്ടതാ. നീ വേറെന്താ ചോദിക്കാല്ലേ? ഒന്നുമില്ലല്ലോ. അവസാനിക്കാനോ ബാക്കിയല്ലേ? രണ്ടാം രണ്ടും ഗൾഫാ? ഒന്ന് ഗൾഫൊന്നും ആക്കണം. അവസാനത്തെ ചോദ്യം കൂടി. ഭാര്യ ഭർത്താക്കന്മാരെ തൊട്ടാ ഒന്നും മുറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 മദ്ഹബുകൾക്കിടയിൽ അപൂർവമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് സ്ത്രീകളെ തൊട്ടാൽ ഒന്നു മുറിയുന്ന വിഷയം. അപ്പോ ഷാഫി മദ്ഹബിനെ തൊട്ടാൽ ഒന്നു മുറിയും, എന്തായാലും മുറിയും. ഹനഫി മദ്ഹബിനെ തൊട്ടാൽ എന്തായാലും ഒന്നു മുറിയില്ല. മാലിക്കി മദ്ഹബിനെ വികാര ചിന്തയോടെ തൊട്ടാൽ മുറിയും, ഇല്ലെങ്കിൽ മുറിയില്ല. ഇങ്ങനെ 3 അഭിപ്രായമാണ് 4 മദ്ഹബിലുള്ളത്. ഇതിലേത് മദ്ഹബ് സ്വീകരിച്ചാലും സ്വഹിഹ. ഷാഫി സ്വീകരിച്ചാലും സ്വഹിഹ, ഹനഫി സ്വീകരിച്ചാലും സ്വഹിഹ, മാലിക് സ്വീകരിച്ചാലും സ്വഹിഹ, ഹംബലിയുടെ 4 മദ്ഹബും സ്വഹിഹ എന്നല്ലോ. ഇന്നപ്പോ മുജാഹിദിന് ആ അഭിപ്രായത്തിൽ ഉണ്ടാകുന്ന മുജാഹിദ് സ്വീകരിച്ചൂടെ? മുജാഹിദ് പറഞ്ഞത് അത് മാത്രം ശരി, മറ്റതൊക്കെ തെറ്റാണ്. ഞാൻ നേരത്തെ സുബൈന്റെ കുരുത്ത് പറഞ്ഞ പോലെ അത് അപകടകരമായ വാദ. പെണ്ണുകൾ തൊട്ട എന്തായാലും ഒന്നും മുറിയില്ല, അതാണ് ശരി. ഞാൻ ആ പറഞ്ഞിടത്തുള്ളത് മറ്റേ തെറ്റാന്നാലും വലിയ വലിയ സ്വഹാബത്തിന്റെ അഭിപ്രായത്തെ അവർ പിതാത്തുകാരാണ്, അനാചാരക്കാരാണ്, അപകടത്തിൽ നരകത്തിലേക്കാന്ന് പറഞ്ഞ അപകടകരമായ കുറ്റാണ് അവർ കിട്ടാൻ പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞത് മാത്രം ശരി, മറ്റേ ശരിയല്ല. പിന്നെ ഇന്ന മുജാഹിദ് രണ്ടാമത്തെ പ്രശ്ന വിഷയത്തിൽ എന്താണോ? രണ്ടാമത്തെ പ്രശ്നം ഈ മതവിന്ന് കുറച്ചും ആ മതവിന്ന് കുറച്ചും ഈ മതവിന്ന് കുറച്ചും മതവിലൊന്നും ഇല്ലാത്ത കുറച്ചും ഒക്കെ പാടെ കൂട്ടിക്കുറച്ച് അവരുണ്ടാക്കുന്നത് വലിയ അപകടമാണ്. മധുഹബത്തെ മാത്രം കുറച്ച് ഇട്ടാൽ തന്നെ വലിയ അപകടപ്പെടും. അതൊക്കെ ഒരുപാട് സൂക്ഷ്മത. എല്ലാ മധുഹബ് സ്വീകരിക്കാതെ നിശ്ചയിച്ച നിയമങ്ങൾ ചട്ടങ്ങളുണ്ട്. കാരണം മധുഹബുകളിൽ നിന്ന് വേറെ എടുക്കുമ്പോൾ നിയമങ്ങൾ അനുസരിച്ച് ഒരുപാട് ഷർത്തുകൾ കൊടുത്ത് ഒരു ഷർത്താണ്
ഇങ്ങനെ വേറെ വേറെ എടുക്കുമ്പോൾ ഒരു മദ്ഹബ് അനുസരിച്ചും സഹീഹാകാത്ത അവസ്ഥാവിശേഷം വരാൻ പാടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. മദ്ഹബ് ഇങ്ങനെ എടുക്കാൻ എളുപ്പമുള്ള പരിപാടി ഒന്നുമില്ല, മാറി മാറി എടുക്കാനാണ്. ഒരാള് ഒദു ചെയ്യാം. ഒദു ചെയ്യുമ്പോ ഷാഫി മദ്ഹബിൽ തലയിൽ നിന്ന് അല്പം നടക്കാത്തതുണ്ടായി ഫർള് ഒന്ന് വീടി. വലോ ബാഴ്വ ഷഹറത്തിൽ ഒരു മുടിന്റെ ഒരല്പഭാഗം തടവിയാലുണ്ടായി വീടി. നല്ല തണുപ്പാ, ഗൾഫിലാണ്, ഇവിടെ ആ തണുപ്പുണ്ടാവില്ല, പെരും തണുപ്പ്. അപ്പൊ സുബൈക്ക് ഒതുക്കും എന്ത് ചെയ്തു, നല്ല തലയിൽ കുറച്ച് തടവി. അത് ഷാഫി മദ്ഹബ് സുഖം. കാരണം ഹനഫി മദ്ഹബ് ആണെങ്കിൽ 4 ഭാഗം തടവൽ നിർബന്ധ, വെള്ളം മൊത്തം ആക്കണ്ടേ, അങ്ങനെ തടവി. അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒതുവാണ് ശരിയായി. അങ്ങനെ ഒതുകൊണ്ട് നിസ്കരിക്കാൻ കൂടെ ഭാര്യ കട്ടഞ്ഞായ കൊണ്ടിട്ടത്. ഭാര്യ കട്ടഞ്ഞായ കൊണ്ടുവന്ന് കൈമ തട്ടി കൊണ്ടുവന്നപ്പോ അപ്പൊ ഹനഫിക്ക് മാറുക. ഹനഫി എന്ത് ചെയ്യൂല, ഭാര്യനെ തൊട്ട ഒന്നും മുറിയില്ല. എന്നാ ശരി ഹനഫിക്ക് പോകാം. എന്നിട്ടാണ് നിസ്കരിക്കാൻ പോയത്. ആ നിസ്കാരം 2 മദ്ഹബ് അനുസരിച്ചും ശരിയായിട്ടില്ല. എന്താ പ്രശ്നം? ഷാഫി മദ്ഹബ് അനുസരിച്ച് ആ നിസ്കാരം ശരിയായില്ല. കാരണം എന്താ, ഇയാളെ ഒന്നും കുറിച്ചിക്കണ്, കാരണം ഭാര്യ തൊട്ടില്ലേ. ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരം ശരിയായിട്ടില്ല, കാരണം ഇയാളെ ഒന്നും എന്താണ്, ഇയാൾ ഹനഫി തലന്റെ 4 ഭാഗത്താണ് തടവിക്കണോ ഇല്ല. അപ്പൊ അതനുസരിച്ച് ശരിയാണ്, ഒന്നനുസരിച്ച് ശരിയായിട്ടില്ല. ഇയാളെ കാര്യം പോക്ക. ഏതുമാതിരി ഒരു രോഗം, അലോപ്പതിന് കുറച്ച് മരുന്ന്, ആയുർവേദത്തിന് കുറച്ച് മരുന്ന്, യൂനാനിന് കുറച്ച് മരുന്ന്, ഹോമിയോപ്പതിന് കുറച്ച് മരുന്ന്, ഒക്കെ പാടെ വെച്ചാൽ ആള് കാലിയാവും. ഇതാണ് അവസ്ഥ. അതാ മുജാഹിദിനുള്ള കുഴപ്പം. അല്ലേ മറ്റൊരു സംശയം, ഇത് അവസാന സംശയമാണ്. പിന്നെ അത്തഹിയാത്തിൽ ഓരോ ആൾക്കാർ പുതിയൊരു ഏർപ്പാട് തുടങ്ങിയപ്പോ ഒന്നും കാണാത്ത ഏർപ്പാടാ. കയ്യിന്റെ വിരലിങ്ങനെ എങ്ങനെ എങ്ങനെ എന്ത് ചെയ്യാ, കിടക്കുക. ഒരിക്കൽ ശരിക്കും ചില്ലപ്പാണോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ഞാൻ സാക്ഷി, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ ഇലാഹില്ല ഞാൻ സാക്ഷി. തൗഹീദിൽ ഉറച്ച ആളാ ഞാൻ. അവിടെ സുഹൃത്ത് സി ഹംസ സാഹിബ് പ്രസംഗത്തിൽ പറഞ്ഞു, മുജാഹിദ് തൗഹീദ് ഉറച്ചിട്ടില്ല എന്നുള്ള ലക്ഷണം. ആ സമയത്ത് അവരിങ്ങനെ ഇളക്കാൻ തുടങ്ങുക. ഒരു ഉറച്ച തൗഹീദില്ല, ഞങ്ങൾ തൗഹീദിനെ ഇളക്കണ്ട്. സംഭവം സത്യത. അങ്ങനത്തെ പുതിയ പുതിയ തുടങ്ങുകയാണ്, ഓരോന്നും തുടങ്ങുകയാണ്. ഇതൊന്നും ആദ്യകാലത്തെ മുജാഹിദില്ലല്ലോ. ഇപ്പൊ എന്തെങ്കിലും കുറെ ആൾക്കാർ തുടങ്ങിയിരിക്കണേ. നിസ്കാരം എഴുത്തിതാൽ എന്ത് ചെയ്യാ, സമി അല്ലാഹു ലിമൻ ഹമിദ അന്റെ കൈ ഇങ്ങനെ കെട്ടുക. ഒക്കെ സൗദിനെ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ ഞാനതിനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോ നാസിറുദ്ദീൻ അൽബാനി എന്ന് പറഞ്ഞ പണ്ഡിതനുണ്ട്. നാസിർ അൽബാനി അല്ല, ഞാൻ പറഞ്ഞു തരാം. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. എന്തായാലും സൗദിയിൽ ഈ അടുത്ത് മരിച്ചുപോയ അവിടെ വളരെ പ്രധാനപ്പെട്ട മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതനുണ്ട്. അദ്ദേഹം 2 കണ്ണും കാണൂല. അദ്ദേഹം ഹദീസുകൾ പരിശോധിച്ചപ്പോൾ അദ്ദേഹം കണ്ടെത്തിയപ്പോ റുക്കൂഴിൽ നിന്ന് എഴുത്തുകാരിലേക്ക് പോയപ്പോൾ നബിസങ്ങൾ പൂർവാവസ്ഥയിലേക്കാണ് തിരിച്ചു പോയത്. പൂർവാവസ്ഥയിൽ തിരിച്ചു വരാൻ പൂർവാവസ്ഥ അള്ളാഹുൽ തെക്ബീർ കിട്ടിയ അവസ്ഥയായിരുന്നു. അവ കെട്ടിക്കൊണ്ടന്നെ നിൽക്കണം തെക്ബീർ ഇങ്ങനെ എഴുത്തുകാരിൽ എന്ന് പറഞ്ഞ പുതിയതാണ് കണ്ടെത്തിയതാണ്. അതല്ല സ്വഹാബത്ത് താബിഈങ്ങൾ നല്ല ആൾക്കാരൊന്നും വിശദീകരിച്ചുകൊണ്ട് എഴുത്തുകാർ കൈ കെട്ടണം നടത്തില്ല. അപ്പൊ കുറെ ആൾക്കാർ ഏറ്റുപിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ പുതിയ പുതിയ തുടക്കങ്ങൾ നിസ്കാരത്തിന്റെ അകത്തും പുറത്തും ദീനിൽ വികൃതമായ മുഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പുതുപുത്തൻ ആചാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കുറച്ച് ഗൗരവമുള്ള കേസായിരുന്നു. കാരണം അള്ളി റസൂല ദീന്റെ ആൾക്കാർ അവർ സംവിധാനം ഈ സംവിധാനത്തിൽ നമ്മൾ കൈവെക്കുക എന്ന് പറഞ്ഞാല് കുറച്ച് കടുത്ത കൈയാ. കാരണം അള്ളി റസൂൽ ഇങ്ങനെ എന്ന് പറയുമ്പോ അങ്ങനല്ല, ഇങ്ങനെയാണ് നമ്മൾ ചെരിച്ചുണ്ടാക്കാൻ വലിയ ആപത്താണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നു. അപ്പൊ നമ്മളെ സുഹൃത്ത് അഷ്റഫ് സാഹിബ് വീട്ടിൽ ഞാൻ വന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് വിശ്രമിച്ചപ്പോ ആ വീട്ടിലെ അവിടെ ഷോക്കേസിൽ വെച്ച സാധനങ്ങൾ ഞാൻ ഒന്ന് എടുത്തൊന്ന് ഇങ്ങോട്ട് വെച്ചു, ഒന്ന് അങ്ങോട്ട് വെച്ചു, മറ്റൊന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലാക്കിയാൽ തന്നെ മൂപ്പർക്കുള്ള നല്ല ദേഷ്യക്കാരം. ഇതെന്ത് പരിപാടിയാ? അത് കേവലം നിസ്സാരമായ ഒരു വീട്ടിലെ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റി വെച്ചാണ്. ഇത് അല്ലാഹു ഈ ഖിയാമത്ത് നാൾ വരെ ലോക മുസ്ലിം ജനസമൂഹത്തിന് ജീവിക്കാൻ ആവശ്യമായ ശരീഅത്തിന്റെ നിയമങ്ങൾ കൃത്യമായി വ്യവസ്ഥാപിതമായി ക്രമപ്പെടുത്തി സ്വഹാബത്തിലൂടെ നമുക്ക് കൈമാറുന്ന മദ്ഹബുകൾ ക്രോഡീകരിച്ച കൃത്യമായ മസ്അലകൾ ഉണ്ടായിരിക്കെ ആ മസ്അലകൾ അത് ശരിയല്ല, കുറച്ച് ഇങ്ങോട്ട്, ഇത് ശരിയല്ല ഇങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ച് സ്വന്തം വികൃതമായ പുതിയ പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൽ അങ്ങേയറ്റം അപകടകരമെന്നാണ് അള്ളാഹുവിന് വളരെ ഗൗരവമുള്ള വിഷയം. അതുകൊണ്ടാ ബിദ്അത്ത് എന്ന ഈ പുതിയ ചിന്തന്റെ ഏറ്റവും വലിയ ദോഷം എന്താണോ, യുഖ്ഷാ ഖാതിമത്തുഹു, അവസാനം പേടിക്കണം. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ മരിച്ചു പോകാൻ എല്ലാ സാധ്യതയുണ്ട്. വലിയ സംഭവമല്ലത്, മരിച്ചു പോകണ്ടേ നമ്മളൊക്കെ. ഈ കളിയും ചിരിയൊക്കെ ഇപ്പൊ കഴിയും.
ഓരോരുത്തർക്കും കണക്കാക്കിയ ദിവസമുണ്ട്. ആ മരിക്കാൻ അങ്ങനെ പോണ സമയത്ത് നമ്മളൊക്കെ അഭിമുഖീകരിക്കണം. ചില ആളുകളൊക്കെ മരിച്ചു വല്ലാതെ കിടക്കണ കാഴ്ച, ആഴ്ചകളോളം മാസങ്ങളോളം വർഷങ്ങളോളം ഒരേ കിടപ്പ്, ആളുകൾ നോക്കി നോക്കി ബുദ്ധിമുട്ട. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹൽ ഫദ്ൽ കൊണ്ട്, അവന്റെ മഹാന്മാരെ സ്നേഹിക്കുന്ന ബറക്കത്ത് കൊണ്ട്, ഈ സത്യദീൻ നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ആർക്കും ഒരു ഭാരമാകാത്ത വിധത്തിൽ നമ്മുടെ ആഖിബത്ത് നന്നാക്കി നല്ല സലാമത്തായി മരിപ്പിക്കുമാറാകട്ടെ. അത് വല്ലാത്തൊരു ആ മരിക്കണ ഘട്ടത്തിൽ വല്ലാത്ത ദാഹം ഉണ്ടാവും. ഇബ്ലീസ് ഇങ്ങനെ വഴിതെറ്റിക്ക് അങ്ങനെ ഒപ്പാൻ നടക്കായിരുന്നു. റൂഹിങ്ങനെ മനക്ക് പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ നല്ല ദാഹ. ആ സമയത്ത് അപ്പോഴും നമ്മളെ രക്ഷിക്കാൻ ആരാണ്ടാകുമോ? അള്ളാഹുവിന്റെ മഹാന്മാരെ നന്നായി സ്നേഹിക്കുന്ന ആൾക്കാർ, ബദരീങ്ങൾ, ഔലിയാക്കൾ, സ്വാലിഹ്യങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ, സ്വലാത്ത് നന്നായി ചെയ്യുന്ന ആളുകൾ സഹായത്തിന് ലഭിക്കുന്നുണ്ടാവും. പ്രതിസന്ധി ഘട്ടത്തിൽ സ്വന്തക്കാരുണ്ടാകുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ. ഇപ്പൊ ആശുപത്രി തന്നെ നമ്മൾ സുഖമില്ലാതെ കിടക്കുക, സ്വന്തം ഒരാളുണ്ടെങ്കിൽ നമുക്കൊരു ആശ്വാസമാണ്. ഇതുപോലെ മരണത്തിന്റെ ഘട്ടത്തിൽ, ആ സക്കറാത്തിന്റെ ഘട്ടത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ ബദരീങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നല്ല ആളുകൾക്ക് പിന്തുണ ഉണ്ടാവും. കഥ മാനപ്പാട്ടിൽ പറയുന്നത്, ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം അവരാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബന. ദാഹം മൗത്തത് കൂട്ടിടും, മൗത്തിന്റെ നേരത്ത് വല്ലാത്ത ദാഹ. ഇബ്ലീസ് കൂസിനെ കാട്ടിടും, ഇബ്ലീസ് പാത്രമായിട്ട് വരും, തരാന്ന് വഴിതെറ്റിക്കാൻ നോക്കും. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ അഭിശപ്തനായ പിശാചിനെ പ്രതിരോധിക്കാൻ വിശുദ്ധാത്മാക്കളായ ബദരീങ്ങളെ പോലുള്ള മഹാന്മാരായ ആത്മാക്കൾക്കാണ് അള്ള സംവിധാനം കൊടുത്തിട്ടുള്ളത്. തീ കെടുത്താനുള്ള വെള്ളത്തിനാ കഴിവ് കൊടുത്തത്. അതുപോലെ ഓരോ സംവിധാനം അള്ള നിശ്ചയിച്ചിട്ടുണ്ട്. ഈ അഭിശപ്തനായ പിശാചുകളെ ശരീരത്തിൽ കാത്തുരക്ഷിക്കാൻ വിശുദ്ധാത്മാക്കൾക്ക് സാധിക്കും. അവരെ പിന്തുണ ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കണേ അല്ലാതെ പറഞ്ഞത്. മാനപ്പാട്ടുകളൊക്കെ അമ്മാതിരി സംവിധാനങ്ങളാ, ഫുള്ള് പുണ്യ. അതിനെക്കുറിച്ചൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞു. സമയക്കുറവുകൊണ്ടാ പറയാവുന്നത്. അതിനൊക്കെ ഓരോ വരികളും മഹാസംഭവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അവരുടെ യഥാർത്ഥ ദീനിന്റെ ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവസാനം വരെ നമ്മൾ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനത്തെ ചോദ്യമാണ്, വീണ്ടും അവസാനത്തെ ചോദ്യമാണ്. ഇത് ലാസ്റ്റ് തന്നെ വരും ഇൻഷാ അല്ലാഹ്. പിന്നെ നിസ്കാരത്തിൽ നെഞ്ചത്ത് കൈകെട്ടുക, അത് അവസാനത്തെ ചോദ്യം ഇൻഷാ അല്ലാഹ്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, നിങ്ങൾ എവിടെയെങ്കിലും നിസ്കാരത്തിൽ നെഞ്ചത്ത് കൈകെട്ടുന്ന പാർട്ടിനെ കണ്ടിട്ടുണ്ടോ? ഈ പുതിയ പാർട്ടി അല്ലാതെ ലോകത്ത് ഈ പുതിയ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്ന് അവതരിപ്പിച്ച ഈ ഒരാശയമല്ലാതെ നെഞ്ചത്ത് കൈകെട്ടുക എന്നുള്ള സംവിധാനം ദീനുൽ ഇസ്ലാമിന് മഹാന്മാരായ സ്വഹാബത്തോ താബികളോ താബികളോ ഇസ്ലാമിക ലോകത്തിന് പഠിപ്പിച്ച് കൈമാറിയിട്ടില്ല. ഇതൊക്കെ പച്ചയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ വിശുദ്ധ ഖുർആൻ സ്വന്തം വ്യാഖ്യാനിക്കാം, മദ്ഹബിനെ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ ഹദീസ് വ്യാഖ്യാനിക്കാം, സ്വന്തം വളച്ചൊടിക്കാം. അവർ തെളിവെന്താ ഞാൻ പറഞ്ഞുതരാം. ഈ നെഞ്ചത്ത് നമ്മളൊക്കെ നെഞ്ചിന് താഴെ കൈകെട്ടുന്നത്, ഇവർ നെഞ്ചുമ കൈകെട്ടുന്നത് തെളിവെന്താണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈകെട്ടി, അലസ്വദിനി നെഞ്ചിന്റെ മേൽ കൈകെട്ടി. അപ്പൊ ഖുർആൻ കഴിഞ്ഞ രണ്ടാം പ്രമാണം ഹദീസ് അല്ലേ? രണ്ടാം പ്രമാണം ഹദീസ് നെഞ്ചുമ കൈകെട്ടി ഉണ്ടല്ലോ. അപ്പൊ നെഞ്ചത്തല്ല കൈകെട്ടേണ്ടത്. ഓ ശരിയാ, പെട്ടെന്ന് ആൾക്കാരെ ഉൾക്കൊണ്ടു. ഞാൻ പറയട്ടെ സഹോദരന്മാർ, ഈ ഹദീസ് കാണാത്ത ആൾക്കാരാണോ സ്വഹാബത്ത്? അവരല്ല നമുക്ക് റിപ്പോർട്ട് ചെയ്തത്. ഈ ഹദീസ് കാണാത്ത ആളുകളാണോ മദ്ഹബിന്റെ ഇമാമുകൾ? അവരെ കിതാബിലല്ലേ ഈ ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്തത്? എന്താ പിന്നെ സംഭവം? ഇവരെല്ലാം നെഞ്ചിന്റെ താഴെയാണ് കൈകെട്ടേണ്ടതെന്ന് പറയുമ്പോൾ നെഞ്ചിന്റെ മീതെ കൈകെട്ടണമെന്ന് പറയുന്ന ഈ ഹദീസിനെ കുറിച്ച് അവരെന്താ പറഞ്ഞത്? ഇവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അലാസുദിഹി, നബി തങ്ങൾ നെഞ്ചിന്റെ മേൽ കൈകെട്ടി എന്ന ഭാഷ പ്രയോഗം അലാസുദിഹിയാണ് നെഞ്ചിന്റെ മേൽ തന്നെ അർത്ഥം. ഒരർത്ഥം ശരി. അരത്തോവിലെത്തി മേശമ്മേൽ എന്നർത്ഥം അല്ലെ? അൽ മക്തബി ഡസ്കിന്മേൽ എന്നർത്ഥം, മേൽ എന്നർത്ഥം. എന്നാൽ അല എന്നതിന് മേൽ എന്ന് മാത്രമാണോ അർത്ഥം എന്നാ ചോദിക്കട്ടെ. നമ്മൾ കിട്ടിപ്പോയെന്ന് പോകാൻ പാടില്ലല്ലോ. ഇതിലപ്പുറപ്പുറത്ത് നോക്കട്ടെ. ഈ ലോകത്ത് ജനകോടികൾ മുഴുവൻ നൂറ്റാണ്ടുകളായി നെഞ്ചിന്റെ താഴെ കൈകിട്ടുമ്പോ ഒരു സുപ്രഭാതത്തിന്റെ ഹദീസിന്റെ കഷ്ണം കിട്ടിയിട്ട് കിട്ടിപ്പോയി ഞാൻ പിടിച്ച മുയലിന് 3 ചെവിയാണ് പറഞ്ഞാല് ചെങ്കാതി 3 ചെവി ഉണ്ടാവില്ല, 2 ചെവിയായിരിക്കും, ഒന്ന് ചിലപ്പോൾ വാലായിരിക്കും. ഇല്ലല്ല, ഇതിന് 3 ചെവി തന്നെയാണ്. ഒരു രക്ഷയില്ല. ഒന്ന് നോക്കണ്ടേ ഈ ഹദീസിന് അപ്പുറപ്പുറം? അലാസത്തിൽ ഈ നെഞ്ചിന്മേൽ എന്ന പോലെ തന്നെ അല എന്നത് അർത്ഥമുണ്ട്, അരികിൽ എന്ന് അർത്ഥമുണ്ട്. അലാസത്തിൽ ഈ നെഞ്ചിന്റെ അരികിൽ രണ്ടർത്ഥമുണ്ടോ? ആ രണ്ടർത്ഥമുണ്ട്. രണ്ടർത്ഥമുണ്ടെങ്കിൽ ഈ ഹദീസിന്റെ അർത്ഥം ഏതാ യഥാർത്ഥം പരിശോധിക്കണ്ടേ? അപ്പൊ സ്വഹാബികളെ നോക്കണ്ടേ? അലാതാണ് അരികിൽ അർത്ഥമുണ്ടോ? ഞാൻ പറയാം, ഖുർആനിൽ കാണിച്ചുതരാം.
നിങ്ങൾ ഖുർആന്റെ പരിഭാഷ ചോദിച്ചു നോക്കി. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ വലാ തഖും അലാ ഖബരി ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. നബിയെ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, മുനാഫിഖുകൾ മരിച്ചുപോയ ആൾക്ക് നിങ്ങൾ മയ്യിത്ത് വലാ തഖും അലാ ഖബരിഹി, ആ മുനാഫിഖിന്റെ ഖബറിന്റെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുക വേണ്ട. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും തന്റെ റസൂലിനെയും നിഷേധിച്ചവരാണ് അവർ. വമാതു വഹും ഫാസിഖൂൻ, ദുർമാർഗികളായി മരിച്ചുപോയ വിഭാഗമാണ് അവർ. നോക്കുന്നത് ഖുർആൻ പറയുന്നത് വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, മുനാഫിഖിൽ മരിച്ചുപോയ ഒരാൾക്ക് നബി നിങ്ങൾ നിസ്കരിക്കണ്ട. വലാ തഖും, നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. അലാ ഖബരിഹി, മുനാഫിഖിന്റെ ഖബറിന്റെ അരികിൽ നിന്ന്. അലാ ഖബരിഹി, മുനാഫിഖിന്റെ ഖബറിന്റെ അരികിൽ നിന്ന്. അലാ ഖബരിഹി മുനാഫിഖിന്റെ മേൽ കയറി എന്ന് അർത്ഥമാക്കാൻ പറ്റുമോ? ഖബറിന്റെ മേൽ കയറുന്നാൽ പ്രാർത്ഥിക്കാറുണ്ടോ? അവിടെ അലാ ഖബരി പറഞ്ഞാൽ അവന്റെ ഖബറിന്റെ അരികിൽ നിന്ന് അടുക്കരുന്ന ഉറപ്പാണ്. മുജാഹിദിന്റെ പരിഭാഷ എങ്ങനെ അർത്ഥം? ജമാഅത്തിന്റെ ഖുർആൻ പരിഭാഷ അലക്ക് അരികെ അടുക്കെ വർക്കുണ്ട്. അപ്പൊ നബിസ്വലാസ്കാരത്തിൽ കഴിച്ച് അലാസുദ്ദീൻ നെഞ്ചിന്റെ മേൽ എന്ന അർത്ഥമുള്ള പോലെ തന്നെ നെഞ്ചിന്റെ അടുക്കൽ എന്ന് പറഞ്ഞത് ഏതർത്ഥമാണ്? സഹീഹുൽ ബുഖാരി വിശദീകരിച്ചു ഫത്ഹുൽ ബാരിയിൽ പറയുന്നു. ബസ്സാറിന്റെ തന്നെ റിപ്പോർട്ട് വേറെ ഹദീസിൽ വ്യക്തമായിട്ടുണ്ട്. നബി തങ്ങൾ നിസ്കാരത്തിൽ കഴിയിട്ട് എന്ത സ്വദ്രി നെഞ്ചിന്റെ അരികിൽ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ അർത്ഥം എന്താ? അരികിൽ നിന്നാണ്. ആ അർത്ഥത്തിലാണ് നെഞ്ചിന്റെ താഴെ കൈ കെട്ടുന്നത്. വേറെ ഒരുപാട് ഹദീസുള്ള പൊക്കന്റെ മീത കൈ കെട്ടിയുന്നുണ്ട്. ഇതെല്ലാം സംയോജിപ്പിച്ച് 1,00,000 പരം പറയുന്ന സ്വഹാബത്ത് ഏകകണ്ഠമായി പറയുന്നു നെഞ്ചിന്റെ മീതമഭിപ്രായം. ഒരാൾ നെഞ്ചിൽ താഴെയുടെ കാര്യത്തിൽ ഏകാഭിപ്രായമാണ്. ഇത് സ്വഹാബത്ത് നബിയുടെ നിസ്കാരം മുഴുവൻ നോക്കിക്കണ്ട സ്വഹാബത്ത് മുഴുവൻ ഏകകണ്ഠമായി പറയുന്നു നെഞ്ചിന്റെ താഴെ. 14 നൂറ്റാണ്ട് കഴിഞ്ഞ് മുജാഹിദ് പറഞ്ഞ് കണ്ട സ്വഹാബികൾ നിങ്ങൾ വന്നിട്ട് കേട്ട ഞങ്ങൾ പറയട്ടെ അത് നെഞ്ചുമക്കന്റെ. ഇമാതിരി അപകടകരമായ വാദ ഒരടിസ്ഥാനമില്ല. ഇത്തരം വിദഅത്തിന്റെ ഇസ്ലാമിൽ നവീനവാദ ചിന്താഗതികളുമായി കടന്നു വന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കാണ് വിദഅത്തിന്റെ ആൾക്കാർ മുബ്തദികൾ എന്ന് പറയുന്നത്. അത്ര ആൾക്കാരെ തുടർന്ന് സ്കരിക്കാൻ പറ്റൂല. അത്ര ആൾക്കാരുമായി ഒരു ബന്ധവും പറ്റൂല. അവരുടെ പഴയ ലോകമാണ്. നല്ല നിലയ്ക്ക് കാര്യം മനസ്സിലാക്കി വന്നാൽ ഓക്കെ, ഇല്ലെങ്കിൽ അവരെ അവർക്ക് നടക്കട്ടെ. അത്തരം ആൾക്കാർ തുടർന്ന് നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ചിട്ടകളൊക്കെ പാലിച്ചാണെങ്കിൽ സ്വഹീഹാവും. പക്ഷേ കറാഹത്താണ്. ആ ചിട്ടകളൊക്കെ പാലിച്ചിട്ടില്ലേ അവർക്ക് ചില മസലൊക്കെ ഉണ്ടായെങ്കിൽ നിസ്കാരം ബാത്തുലും ആകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. കറാഹത്തറ തുടർന്ന് നിസ്കരിച്ച ഒരു പുണ്യം കിട്ടൂല. അവർ മുജാഹിദിനെ തുടർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ല ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ നല്ലത്. കാരണം നമ്മൾ നിസ്കാരം സുരക്ഷിതമായി ഉറപ്പായി. ഏതാനും ആ നിസ്കാരം സ്വഹീഹായാൽ പോലും നമുക്ക് ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടൂല. അപ്പൊ നമ്മൾ അവർ തുടർന്ന് നിസ്കരിക്കുന്നത് പ്രസക്തിയില്ല. ന്യായമല്ല ഫിഖഹിന്റെ കിതാബുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന വിധം ഒരു ചെറിയ വിശദീകരണം. പിന്നെ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് സമഗ്രമായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത് വലിയൊരു സമുദ്രമാണ്. വളരെ ശാന്തമായി ഇത് മാത്രമാണ് സത്യമെന്ന് ബോധ്യപ്പെടുന്ന തെളിവുകളാണ് എമ്പാടും കാണാൻ കഴിയുക. ലോകത്തൊക്കെ അവിടെ മഹാന്മാരെ കബറുകളൊക്കെ പോയിക്കൊണ്ട് ഇതൊന്നും പോകണ്ടെന്ന് പറയും. മഹാന്മാരെ കബറുകൾ പോയിട്ട് അവർ ഫാത്തിഹ പോയിട്ട് അവരെ മുൻനിർത്തി ദുആ ചെയ്താൽ മരിച്ചു എന്നുള്ളത് ശരിയാണ്. മഹാത്മാക്കൾ ആത്മാവ് നശിച്ചിട്ടില്ല. അവർക്ക് തസറുഫാത്ത്, അവർ ഭൗതിക ലോകത്ത് ആ മഹാത്മാക്കൾ ഇടപെടുന്നുണ്ട്. അവരെ സിയാർത്ത് ചെയ്താലേ അവർ അള്ളാഹിനോട് പഠിച്ചോനെ ഇന്നെ വിചാരിച്ച എന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അവരെ മുറാദ് ഹാസിലാക്കുന്ന അള്ളാഹുലേക്ക് ഒന്ന് നേരിട്ടാൽ മതി. ആ മഹാത്മാക്കൾ കാര്യം നടക്കാതെ ആ മക്കാമകൾക്ക് പോയി അവർ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ വലിയ ജീവിച്ചിരിക്കുന്ന മഹാന്മാരിൽ അവർക്ക് ദുആ ചെയ്യിപ്പിച്ചാൽ അവരും എന്ത് ചെയ്യും? ആ ദുആക്ക് ഇജാബത്ത് കാണുന്നുണ്ടല്ലോ. ഇതുപോലെ മഹാത്മാക്കളെ കബറിങ്ങ പോയിട്ട് അവരെ മുന്നിൽ വെച്ച് ദുആ ചെയ്താൽ ഫലം കിട്ടും. അതിനൊക്കെ ഒരുപാട് സംഭവങ്ങൾ കിതാബുകൾ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പരിമിതമായ സമയമാണ്. ഇതൊക്കെ ശിർക്കും കുഫ്റുമാക്കി ചിത്രീകരിച്ച മഹാന്മാരുമായുള്ള ആ കണക്ഷൻ അറുത്ത് മുറിച്ചു മാറ്റി നമ്മളെ വഴിതെറ്റിച്ച് ക്രമാനുഗതമായി കുഫ്റിന്റെ മാർഗത്തിലേക്ക് ചേകനൂരി പ്രസ്ഥാനത്തിലേക്ക് ഘട്ടം ഘട്ടമായി എടുപ്പിക്കുന്ന പ്രവണതയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരുടെ ശിർനെ തൊട്ട് നമ്മളെയും നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ കുടുംബങ്ങളെയും ചെറുപ്പക്കാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇനി മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണെങ്കിൽ അവർക്ക് ഇനിയും അവസരം കൊടുക്കാൻ കഴിഞ്ഞു കിടക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇതോട് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, ഇനി അവിടെ നിൽക്കുക. നമ്മുടെ നാട്ടിൽ അള്ളാന്റെ ഫദ്ൽ കൊണ്ട് ഈ പറഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുള്ള മുസ്ലിങ്ങളാണ്. നമ്മളെ ഉമ്മ മുശ്രിക്കാണ്, വാപ്പ മുശ്രിക്കാണ്, വല്യാപ്പ മുശ്രിക്കാണ്, വല്യമ്മ മുശ്രിക്കാണ്, ഒക്കെ മുശ്രിക്ക്. ഓരൊക്കെ കാഫറായി നരകത്തേക്ക് പോയി. നമ്മളൊക്കെ ഒരു 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇപ്പൊ ഒരു പുതിയ തൗഹീദിന്റെ ആൾക്കാരായി വന്ന് അത് നമ്മൾ വഞ്ചിതരാകട്ടെ. പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ. രാജ്യത്ത് ആർക്കും മൈക്ക് പെർമിറ്റ് കിട്ടും, സ്വാതന്ത്ര്യമാണ്, എന്തും പറയാം, എന്ത് തോന്നിവാസം പറയാം.
ഒരുപാട് ഗ്രൂപ്പ്, മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പ് അതിനൊന്നും നിൽക്കൂല. ഇപ്പോഴുള്ള ജിന്ന് ഗ്രൂപ്പാണെന്ന് കേട്ടു. അപ്പുറത്ത് മടവൂർ ഗ്രൂപ്പ് പിന്നെ വരും, അപ്പുറത്ത് കേന്നവന്റെ ഗ്രൂപ്പ് ഇപ്പുറത്ത് പറയും, അപ്പുറത്ത് ഹദീസ് നിഷേധ ഗ്രൂപ്പ് വേറെ വരും, അപ്പുറത്ത് സംഘടന വിദാത്താണ് പുതിയ സംഘം ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് വേറെ വരും. ഒരുപാട് പാർട്ടിക്കാരാ. പിന്നെ ജമാഅത്തുകാർ വരും, തബ്ലീഗുകാർ വരും, ഒരുപാട് വ്യാജ തരീഖത്തുകളുണ്ട്. അതൊക്കെ അവരെ വഴിക്ക് വന്നു പോകാന്നല്ല, നമ്മളതിലേക്കൊന്നും ചെവി കൊടുക്കണ്ട. നമ്മൾ പരിപാടികളായി മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്ന വളരെ ഉചിതമായ തീരുമാനമാണ് നമ്മുടെ മഹല്ലിലെ സംഘടന എടുത്തിട്ടുള്ളത്. അവർ എന്ത് തോന്നുമാറി ചെയ്തോട്ടെ, നേർക്കുനേരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ ഫിത്തിനി ഫസാദ് ഉണ്ടാക്കി ഓരോ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ട നമ്മളാദ്യം പ്രത്യക്ഷപ്പെട്ട നമ്മൾ അതിലേക്ക് ചെവി കൊടുക്കേണ്ടതില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത കാലത്ത് ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു പോയി. ഒരു വർഷം മുമ്പും ഇതുപോലെ ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ വെച്ച് അവിചാരിതമായി മരണപ്പെട്ടു പോയി. നമ്മുടെ ബഹുമാന തങ്ങളുടെ ഉമ്മ മരിച്ചിട്ട് 40 നാളെയാണ്. അതുപോലെ നമ്മുടെ പല ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ബർസഖിയായ ലോകത്താണ്. അവർക്ക് ദുആ ചെയ്താൽ വളരെ ഫലം ചെയ്യുന്ന കാര്യത്തിൽ ഇജ്മാഉള്ള വിഷയമാണ്, തർക്കമില്ലാത്ത വിഷയമാണ്. ഇതിന് മാത്രം ഒതുക്കേണ്ട. നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് നിങ്ങളെ അമ്മാന്റെ ഇപ്പാന്റെ മരിച്ച ആൾക്കാരെ പേരൊക്കെ വല്ലതും ചെയ്തോ. ദുആ പറ്റും, അവരുടെ പേര് സദഖ പറ്റും, അവരുടെ ഖുർആൻ പാരായണം പറ്റും, ഒക്കെ പറ്റും, തഹ്ലീൽ പറ്റും, പറ്റുന്ന ഒക്കെ ചെയ്യുക. അതൊക്കെ അവരെ ഖബറിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് നമ്മൾ മരിച്ചുപോയ ആളുകൾക്കൊക്കെ വേണ്ടി, നമ്മുടെയൊക്കെ നാട്ടിന്റെ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ബർക്കത്തിനും വേണ്ടി, നമ്മളൊക്കെ ജീവിതത്തിന് ബർക്കത്തിനും വേണ്ടി, സർവോപരി നമ്മുടെ ദീനിയായ സത്യസന്ധമായ നിലനിൽപ്പിന് വേണ്ടി ഒക്കെ ഒരു ലഘു ദുആ നടത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിഞ്ഞു പോകാം. ദുആന്റെ മുന്നോടിയായി നമുക്ക് ഞാൻ സൂചിപ്പിക്കുന്ന തവസ്സുൽ സുന്നത്താണല്ലോ. നമുക്ക് ഇവിടെ ചെയ്യുന്ന തവസ്സുൽ നമുക്ക് തങ്ങളെ പേരിൽ ഒരു 5 സ്വലാത്തല്ല. തത്സമയം തങ്ങൾ ആ സ്വലാത്ത് കാണും. തങ്ങൾ സ്വലാത്ത് കാണാതെ തങ്ങൾ നമ്മളെ കൂട്ടത്തിൽ ചെന്ന് ചേരുകയാണ്. അപ്പൊ തങ്ങളൊരു ലൈവ് കണക്ഷനായി. അപ്പൊ ആ ദുആ സ്വലാത്തിൽ ശരിക്കും തങ്ങളെ പങ്കാളിത്തം കിട്ടും. ഇജാബത്തിന് സഹായക. അതുകൊണ്ട് ഒരു 5 സ്വലാത്ത് അവിടെ തന്നെ ഇരുന്നിട്ട് ശാന്തമായി ചൊല്ലിയാൽ മതി. മുജാഹിദിന് സ്വലാത്തല്ല, ഒരു തർക്കമല്ല, ഇരുന്ന് ചൊല്ലിക്കോളി. ചൊല്ലാതെ ചൊല്ലണല്ലോ. അപ്പൊ അത് ഒരുമിച്ച് ചൊല്ലിയിട്ട് ദുആ നമുക്ക് ചെയ്യാം. ആർക്കും തർക്കമില്ലാത്ത വിഷയ ദുആ. അതുകൊണ്ട് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാ ഒരു 5 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.